മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ അജിത് പവാർ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു നിരാശ തന്നെയാണ്. മുന്നണി സംവിധാനത്തിലൂടെ അവർക്ക് സീറ്റുകളൊന്നും നേടാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആകെ ലഭിച്ചത് ഒരു സീറ്റ് മാത്രമല്ല ബാരാമതി എന്ന അവരുടെ ശക്തി കേന്ദ്രം, പ്രത്യേകിച്ചും അജിത് പവാർ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ബാരാമതി നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ അവർക്ക് വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം എതിരായി നിൽക്കുന്നത് ശരത് ചന്ദ്ര പ്രസാദ് എന്ന അതികായനായ വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പ്രഫുൽ പട്ടേൽ കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഒരു ഉപദേശം കൊടുത്തിരിക്കുന്നത് അജിത് പവാറും ശരത് പവാറും ഒന്നിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം അടുത്തു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ സുപ്രിയ സുലെ അതിനോട് ഒരിക്കലും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ താല്പര്യപ്പെടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് മധ്യസ്ഥതയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിലേക്ക് അജിത് പവാർ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ശരത് പവാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം ഇതിനോടകം തന്നെ പ്രഫുൽ പട്ടേൽ മുൻകൈയെടുത്ത് നടത്തും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ചും നാനാ പറ്റോളെ അടക്കമുള്ളവർ ഇതിന് മധ്യസ്ഥത വഹിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. BJP നേതൃത്വത്തിന് അറിയാം, അജിത് പവാർ വിഭാഗം മാറി നിന്നാൽ പോലും ഒരുപക്ഷെ അത് വലിയ തലവേദനയായി മാറും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ ഉള്ള ഒരു സാധ്യതയും അവിടെ ആർക്കും കാണുന്നില്ല. കൂട്ടായി 145 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തണമെങ്കിൽ പോലും വലിയ കഠിന പ്രയത്നം നടത്തേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ നിയമസഭയുടെ ആനുപാതികമായി നോക്കിയാൽ ഏകദേശം 180ഓളം സീറ്റുകളിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ വൻ മുന്നേറ്റമാണ് കണ്ടത്. മഹാഭൂതി സഖ്യം, അതായത് NDA സഖ്യത്തിന് വേരുറപ്പിക്കാൻ കഴിയാതെ പോയത് വാസ്തവത്തിൽ അവരെ നിരാശരാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരേ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ അത് വലിയ രീതിയിലുള്ള ഒരു നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയമില്ലാതെ തുടരുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അറിയാം, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയോളം വരുന്ന ഒരു നേതാവായി ഒരിക്കലും ഫട്നാവിസിനെ ഉയർത്തി കാണിക്കാൻ അവർക്ക് കഴിയില്ല. മാത്രമല്ല നിതിൻ ജയറാം, ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനെ ഉയർത്തി കാണിക്കാൻ ഒരു രീതിയിലും ശ്രമിക്കുന്നില്ല, മുൻകൈ എടുക്കുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം കൂടി വരുമ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ RSSന് തള്ളിപ്പറയാൻ പൂർണ്ണമായും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. RSSന് ഒരിക്കലും ഉദ്ധവ് താക്കറെയുടെ പിതാവിനെയോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയോ തള്ളിപ്പറയാൻ പൂർണ്ണമായും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ന്യൂട്രൽ നിലപാടുമായി മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം. ഫട്നാവിസിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഉറപ്പായ ഒരു രാഷ്ട്രീയ ബോധം അത് കൃത്യമായും മോഹൻ ഭഗവതോ അല്ലെങ്കിൽ പ്രമുഖരായ നേതൃത്വമോ RSSൽ നിന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പവാർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോര് അഥവാ ഈ തമ്മിലടി, ഈ തർക്കം, ഈ പ്രശ്നങ്ങളെയെല്ലാം അതിനെ ഒത്തുതീർപ്പാക്കാൻ കോൺഗ്രസ് തന്നെ ഒരു ഫോർമുലയുമായി വരുമ്പോൾ തീർച്ചയായും അത് ഇരു കൂട്ടരും കേൾക്കാതിരിക്കില്ല എന്ന പ്രത്യാശയിലാണ് നാനാ പറ്റോലെ മുന്നോട്ട് പോകുന്നത്.